തൃശൂർ കോർപ്പറേഷനിൽ ഇത്തവണയും ഒരു മുന്നണിയും കേവല ഭൂരിപക്ഷം നേടാനായതോടെ നിർണായകവുമായി കോൺഗ്രസ് വിമതൻ തുണയ്ക്കുമെന്ന പ്രതീക്ഷയുമായി UDFും LDFും തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ച പുല്ലരിയും നിർണായകമാകുന്നു. ഇടതു വലതു മുന്നണികളിൽ ഏറ്റക്കുറച്ചിലുകളുണ്ടെങ്കിലും 2015 അതേ സങ്കീർണതയാണ് ഇത്തവണ തൃശൂർ കോർപ്പറേഷനിൽ. ആർക്കും കേവല ഭൂരിപക്ഷം നേടാനായില്ല. LDF 24ഉം UDF 23ഉം BJP 6 ഡിവിഷനുകൾ നേടിയപ്പോൾ നെട്ടിശ്ശേരി ഡിവിഷനിൽ നിന്നും കോൺഗ്രസ് വിമതൻ MK വർഗീസ് വിജയിച്ചു. ആരെ പിന്തുണയ്ക്കണമെന്ന നിർണായകമായ തീരുമാനം വോട്ടർമാർക്ക് വിട്ടു നൽകുന്നുവെന്ന വിമതൻ. എന്നെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങളുടെ അടിയിലേക്ക് ഞാൻ ചെല്ലും. അവർ പറയുന്ന തീരുമാനമായിരിക്കും ഞാൻ എടുക്കുക. കാരണം ഇങ്ങനൊരു സാഹചര്യത്തിൽ മൂന്ന് മുന്നണികളുടെ ഇടയിൽ കൂടെ ഒരു സ്വതന്ത്രനായി എന്നെ സംരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ചോദിക്കാതെ ഞാൻ ഒരു പ്രവൃത്തി ചെയ്താൽ അതെന്നോട് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും. അതേസമയം കൂടുതൽ സീറ്റ് നേടിയ മേധാവിത്വമുണ്ടെങ്കിലും വിമതൻ തങ്ങളെ പിന്തുണയ്ക്കുമെന്നാണ് LDF പ്രതീക്ഷ. കഴിഞ്ഞ 5 വർഷക്കാലത്തെ കോർപ്പറേഷന്റെ ഭരണം CMK വർഗീസിനകത്ത് നല്ല സ്വീകാര്യതയാണ് ഉണ്ടായിട്ടുള്ളത്. ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുമെന്നാണ് ഞങ്ങളും പ്രതീക്ഷിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് വിമതർക്കെതിരെ കടുത്ത നിലപാടെടുക്കുമെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസും പ്രതീക്ഷ കൈവിടുന്നില്ല. സ്വതന്ത്ര ശ്രീ MK വർഗീസ് നെട്ടിശ്ശേരിയിൽ നിന്നാണ് ജയിച്ചത്. പ്രത്യേക സാഹചര്യത്തിൽ അവിടെ നിൽക്കേണ്ടി വന്നു. അത് UDFിനോടൊപ്പം കോൺഗ്രസിനോടൊപ്പം നിലനിൽക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതോടെ സ്ഥാനാർത്ഥിയുടെ മരണത്തെ തുടർന്ന് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ച പുല്ലഴി ഡിവിഷൻ ശ്രദ്ധാകേന്ദ്രമാവുകയാണ്. നിലവിൽ LDFന്റെ സിറ്റിംഗ് സീറ്റാണ് ഇത്. ജനം, തൃശൂർ.